നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചാപ്റ്റർ 6 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ട്രയൽ ബാലൻസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിലൂടെ അതുവഴി നമ്മൾ എങ്ങനെയാണ് ഓരോ എറേഴ്സുകളും റെക്ടിഫൈ ചെയ്യുക, തിരുത്തുക എന്നതാണ് ഈ ചാപ്റ്റർ പ്രതിപാദിക്കുന്നത്. സോ ലെറ്റ് us have a discussion. ഫസ്റ്റ് ഓഫ് ഓൾ, what is trial balance അല്ലെങ്കിൽ meaning of trial balance? Trial balance is a statement prepared with the debit and credit balance of ledger account to test the arithmetical accuracy of the books. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. അപ്പോൾ അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതിൻ്റെ കൃത്യത ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഇത് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ടൂൾ. അതൊരു ടൂളാണ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. അപ്പോൾ പല സമയങ്ങളിലും അക്കൗണ്ടൻറ്റിന് ആവശ്യമുള്ളപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അക്കൗണ്ടൻറ്റിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹെഡിങ്ങിൽ ട്രയൽ ബാലൻസ് എഴുതിയതിനു ശേഷം ഡേറ്റ് കൊടുക്കുമ്പോൾ ആസ് ഓൺ എന്ന് കൊടുക്കാനുള്ള കാരണം. ഒരു സ്പെസിഫിക് ഡേറ്റിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സുകളുടെയും ലിസ്റ്റ്, അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അടങ്ങിയിരിക്കും. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ 3 ways. 3 രീതിയിൽ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെയ്മിലി ബാലൻസ് മെത്തേഡ്, ടോട്ടൽ മെത്തേഡ് ആൻഡ് ബാലൻസ് കം ടോട്ടൽ മെത്തേഡ്. അപ്പോൾ ബാലൻസ് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം, ടോട്ടൽ മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം, ബാലൻസ് ആൻഡ് ടോട്ടൽ മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്തൊരു രീതി. ഈ 3 സ്റ്റൈലിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് മെത്തേഡിൽ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സുകളുടെയും ബാലൻസ് ആണ് എൻ്റർ ചെയ്യുന്നത്. ടോട്ടൽ മെത്തേഡിൽ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ടോട്ടലാണ് എൻ്റർ ചെയ്യുന്നത്. ബാലൻസ് കം ടോട്ടൽ മെത്തേഡിൽ നമ്മൾ രണ്ടും ഫോളോ ചെയ്യുന്നു. ബാലൻസും ഉപയോഗിക്കുന്നു, ടോട്ടലും ഉപയോഗിക്കുന്നു. The total of debit and credit columns of the amount must be equal. Total of debit and credit columns, നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ്, അതിൻ്റെ ടോട്ടൽ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ടാലി ആവണം. The difference between debit and credit balance shows that, അതായത് ടാലി ആയിട്ടില്ലെങ്കിൽ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിലെയും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാലി ആയിട്ടില്ല എങ്കിൽ എവിടെയോ സംവേർ സർട്ടൻ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഷോസ് ദാറ്റ് സർട്ടൻ മിസ്റ്റേക്സ് ഹാവ് ബീൻ കമ്മിറ്റഡ് സംവേർ. ഓക്കെ, ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ്? ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് കാൽക്കുലേഷൻസ്. ഈ ട്രയൽ ബാലൻസിൻ്റെ ഉദ്ദേശം ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് കാൽക്കുലേഷനാണ്. ടു ഗെറ്റ് സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും സമ്മറൈസ്ഡ്, ചുരുക്കിയ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലഭ്യമാകും. അപ്പോൾ ആ ചുരുക്കിയ ഇൻഫർമേഷൻസ് കിട്ടുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സാണ്. ടു അസർട്ടൈൻ ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ റിസൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തായിരിക്കും? പ്രോഫിറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും? ലോസ്. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്. ഇത് അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടിന് സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പോൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഒരു ഫോർമാറ്റ്. ട്രയൽ ബാലൻസിൻ്റെ ഒരു ഹെഡിങ് കൊടുക്കുക, ആസ് ഓൺ December 31, 2020. അപ്പോൾ ഇവിടെ 31/2020 ഡിസംബറിനാണ് ഈ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് നെയിം ഓഫ് ദ അക്കൗണ്ട്സ്,
അക്കൗണ്ട് ടൈറ്റിൽ എന്ന രീതിയിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നെയിം ഓഫ് അക്കൗണ്ട്സ് ആണ് കൊടുത്തത്. പിന്നെ ലെഡ്ജർ ഫോളിയോ നമ്പർ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, അത് രണ്ടും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രീതി. അപ്പോൾ ഈ നെയിം ഓഫ് ദ അക്കൗണ്ട്സിൽ ഓരോ അക്കൗണ്ട്സുകൾ നമ്മളിവിടെ എൻ്റർ ചെയ്യും. എത്ര അക്കൗണ്ട്സുകളുണ്ടോ അത്രയും അക്കൗണ്ട്സുകൾ എൻ്റർ ചെയ്യും. അപ്പോൾ അത് എന്ത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്രെഡിറ്റിൽ. അതല്ല നമ്മൾ ടോട്ടൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റിൽ, ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റിൽ, ഈ രീതിയിൽ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ്, ജേണൽ ഓർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ലെഡ്ജർ. അപ്പോൾ ജേണൽ പ്രിപ്പയർ ചെയ്യും. ജേണൽ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ ജേണലാണ് അല്ലേ. ഇനി ബിസിനസ്സിൻ്റെ വോളിയം കൂടുകയാണെങ്കിൽ, അതിൻ്റെ വ്യാപ്തി കൂടുന്ന അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ഫോളോ ചെയ്യുന്നത്? സബ് ഡിവിഷൻ ഓഫ് ജേണലാണ്. അത് നമ്മൾ പഠിച്ചു. സ്പെഷ്യൽ ജേണൽസ്, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പിന്നെ സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് പോലെയുള്ള സംഗതികൾ. അതാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. അപ്പോൾ ഒന്നുകിൽ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എഴുതിയ ജേണലിൽ റെക്കോർഡ് ചെയ്ത സംഗതികളൊക്കെ എവിടേക്ക് പോസ്റ്റ് ചെയ്യുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് ലെഡ്ജർ ബാലൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ട്രയൽ ബാലൻസിലേക്കാണ്. ട്രയൽ ബാലൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പ്രതിപാദിക്കുന്നത്, മൂന്നാമത്തെ സ്റ്റേജ്. ഓക്കെ. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അടങ്ങിയതാണെന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഓക്കെ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. അതായത് പാസ് ജേണൽ എൻട്രീസ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്, പോസ്റ്റ് ദം ഇൻ ടു ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. അപ്പോൾ താഴെ പറയുന്ന ട്രാൻസാക്ഷൻസുകളൊക്കെ തന്നെ ആ ട്രാൻസാക്ഷൻസുകൾ ഉപയോഗിച്ച് ആദ്യം ജേണൽ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ലെഡ്ജർ അക്കൗണ്ട്സുകളിലേക്ക് പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ കൺസേൺഡ് ലെഡ്ജർ അക്കൗണ്ട്സുകളിലേക്ക്, എന്നിട്ടൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് 2020 January 1st Mr. B commenced business with cash 50,000. He opened a current account in the bank. 15,000 രൂപ വെച്ചിട്ട് കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതാണ് January 2nd. January 4th പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം AB ട്രേഡേഴ്സ്. AB ട്രേഡേഴ്സിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. മെഷീനറി പർച്ചേസ്ഡ് 4,000 January 12th. ഗുഡ്സ് സോൾഡ് ടു Mr. P 2,000. സാലറീസ് പെയ്ഡ് 500. എമൗണ്ട് റിസീവ്ഡ് ഫ്രം Mr. T rupees 8,000. പിന്നെ January 31 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 3,000. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വി ആർ പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ജേണലിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ നമ്പർ, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു എമൗണ്ട്, കോമൺ ആയിട്ടൊരു എമൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ വെറും ഡെബിറ്റും ക്രെഡിറ്റും ഇവിടെ കൊടുത്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റിൽ എന്താണ്? 2020 January 1st Mr. B commenced business with cash 50,000. അപ്പോൾ 50,000 rupees വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി കൊടുക്കണം. ജേണൽ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ. സ്പേസ് കൊടുക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. അതായത് ബിസിനസ്സിൽ ക്യാഷ് കൂടി ക്യാപിറ്റലും കൂടി, ക്യാഷ് അസറ്റാണ്, അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റലിൻ്റെ റൂള്, ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ വഴി ക്യാഷും ഇൻക്രീസായി ക്യാപിറ്റലും ഇൻക്രീസായി. അത് നമ്മൾ പഠിച്ചതാണ്. അതിന് ഡേറ്റ് കൊടുക്കണം,
1st January 2020 ആണ്. 1st January 2020. ഓക്കെ, 50,000. ഇവിടെയും 50,000 കൊടുക്കുക ക്രെഡിറ്റിൽ. ഓക്കെ, ഇനി നരേഷൻ കൊടുക്കണം. കമൻസ്ഡ് ബിസിനസ് അല്ലേ, ചുരുക്കി കൊടുത്താൽ മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഇവിടാണ്ട് ക്ലോസ് ചെയ്യും. പർട്ടിക്കുലേഴ്സ് കോളാണ്ട് ക്ലോസ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ഓക്കെ. അപ്പം ഒന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ ജേണൽ, സാധാരണ ജനറൽ ജേണലിൽ നമ്മൾ ഒരു എൻട്രി നടത്തി. ഇനി അടുത്തത് എന്താ? ഹി ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ഇൻ ദ ബാങ്ക് 15,000. January 2nd 15,000 രൂപ വെച്ചിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2nd ഡേറ്റ് കൊടുത്ത്, ഓക്കെ, ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലേ. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ പൈസ കൂടുകയാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടാണ്. ഓക്കെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സ്പേസ് കൊടുത്തു. നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് കുറയാണ്, ബാങ്കിലേക്ക് പോയി. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, എമൗണ്ട് 15,000 റുപ്പീസാണ്. 15,000 റുപ്പീസ്, 1,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചെയ്യാൻ പാകത്തിലായിരിക്കണം ഇതൊക്കെ നിങ്ങൾ എഴുതേണ്ടത്. 15,000 റുപ്പീസ്. നരേഷൻ കൊടുക്കണം. ഓപ്പൺഡ് കറൻറ്റ് അക്കൗണ്ട്. ഓപ്പൺഡ് കറൻറ്റ് അക്കൗണ്ട് ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്. ബ്രാക്കറ്റിൽ കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 എൻട്രി നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം AB ട്രേഡേഴ്സ് 5,000. AB ട്രേഡേഴ്സിൽ നിന്ന് 5,000 റുപ്പീസിൻ്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല. കാരണം ഫ്രം AB ട്രേഡേഴ്സ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ വഴി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് വരും, AB ട്രേഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ലയബിലിറ്റി കൂടി, എക്സ്പെൻസ് കൂടി, ലയബിലിറ്റി കൂടി. അപ്പോൾ ഡേറ്റ് എന്താണ്? January 4th അല്ലേ. അപ്പോൾ ഡേറ്റ് ഇവിടെ കൊടുക്കണം. 4th January 2020 ഡേറ്റ് കൊടുത്ത് ഇനി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത് അല്ലേ. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ്. AB ട്രേഡേഴ്സ് അക്കൗണ്ട്, AB ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ AB ട്രേഡേഴ്സിന് പൈസ കൊടുക്കാണ്ട് ലയബിലിറ്റി. അപ്പോൾ എത്ര റുപ്യൻ്റെ ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്? 5,000 റുപ്പീസിൻ്റെ ഗുഡ്സാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ 5,000 റുപ്പീസ് നമ്മൾ ഇവിടെ എഴുതും. 5,000 ഇവിടെ എഴുതി. ഓക്കെ, ദെൻ ക്രെഡിറ്റ് ഇഫക്റ്റിൻ്റെ 5,000 അതും ഇവിടെ എഴുതി. ഓക്കെ, നരേഷൻ കൊടുക്കണം. പർച്ചേസ്ഡ് ഗുഡ്സ് ചുരുക്കി കൊടുത്താൽ മതി. പർച്ചേസ്ഡ് ഗുഡ്സ്. ഓക്കെ, ക്ലോസ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 12th മെഷീനറി പർച്ചേസ്ഡ് 4,000 ആണ്. 4,000 രൂപയുടെ മെഷീനറി വാങ്ങി. 4,000 റുപ്യൻ്റെ മെഷീനറി വാങ്ങിയത് ക്യാഷിനാണ്. അപ്പം ബിസിനസ്സിൽ അസറ്റ് കൂടാണ് മെഷീനറി. അറ്റ് ദ സെയിം ടൈം ക്യാഷ് എന്ന അസറ്റ് കുറയാണ്. അപ്പോൾ രണ്ടും അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. അസറ്റ് കൂടി, വീണ്ടും ഒരു അസറ്റ് കുറഞ്ഞു. മെഷീനറി അക്കൗണ്ട്. അപ്പോൾ ഡേറ്റ് എന്താണ്? 12th അല്ലേ. അപ്പോൾ 12th
ഡേറ്റ് കൊടുക്കണം. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്, ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, എമൗണ്ട് 4000 ആണ്. അപ്പോൾ എമൗണ്ട് 4000 കൊടുക്കുക. 4000 കൊടുത്ത് ഇവിടെയും ക്രെഡിറ്റ് ഇഫക്റ്റിനും സെയിം 4000. ഓരോ ട്രാൻസാക്ഷനും ഡെബിറ്റ് ഇഫക്റ്റും ക്രെഡിറ്റ് ഇഫക്റ്റുമാണ് വരുന്നത്. അതാണല്ലോ നമ്മൾ ജേണലിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നരേഷൻ കൊടുക്കണം. നരേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഇൻഫർമേഷൻ ഓഫ് ദ ട്രാൻസാക്ഷനാണ് അല്ലേ, മറന്നുപോയത്. മെഷീനറി പർച്ചേസ്ഡ്. അപ്പോൾ നമ്മൾ ചെയ്തു. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്യാത്തത്. അപ്പം ഇത് ചെയ്തു. ഇനി തുടർന്ന് നമുക്ക് ചെയ്യാനുള്ളത് ജാനുവരി 20 ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ പി. 2000 രൂപയുടെ ഗുഡ്സ് മിസ്റ്റർ പിക്ക് വിറ്റു. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. മിസ്റ്റർ പി നമുക്ക് പൈസ തരാനുണ്ട്. വിൽക്കുകയാണ് സംഭവിച്ചത്, വിൽക്കലാണ്, അതായത് സെയിലാണ് സംഭവിച്ചത്. സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. മിസ്റ്റർ പി നമുക്ക് പൈസ തരാനുണ്ട്. ആ പൈസ തരാനുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അസറ്റാണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ മിസ്റ്റർ പി അക്കൗണ്ട് ഡെബിറ്റ്, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്. അസറ്റ് കൂടി ഇൻകം കൂടി ചെയ്യാം. 20-ാം തീയതി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ആർക്കാണ് വിറ്റത്? നമ്മൾ മിസ്റ്റർ പി ആണല്ലേ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ പി നമുക്ക് തരാനുണ്ട്, പൈസ തരാനുണ്ട്, അസറ്റാണ്. മിസ്റ്റർ പി അക്കൗണ്ട്, മിസ്റ്റർ പി അക്കൗണ്ട് ഡെബിറ്റ്, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്. എമൗണ്ട് 2000 റുപ്പീസാണ്. അപ്പോൾ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ മിസ്റ്റർ പി അക്കൗണ്ട് ഡെബിറ്റ്, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ഓക്കെ കൊടുത്ത് ഇനി നരേഷൻ കൊടുക്കണം. ഇനി ഇത് ക്ലോസ് ചെയ്യണം. നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സാലറീസ് പെയ്ഡ് 2020 ജാനുവരി 23-നാണ് സാലറീസ് പെയ്ഡ്. അപ്പോൾ ഡേറ്റ് കൊടുക്കുക. സാലറി പെയ്ഡ് ആണല്ലേ. സാലറീസ് പെയ്ഡ് 500 റുപ്പീസ് സാലറി കൊടുത്തു. സാലറി കൊടുത്താൽ സാലറി അക്കൗണ്ട് എക്സ്പെൻസ് കൂടുകയാണ്, ബിസിനസ്സിൽ ക്യാഷ് കുറയാണ്, അസറ്റ് കുറയാണ്. അപ്പോൾ എക്സ്പെൻസ് കൂടിയാൽ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സാലറി അക്കൗണ്ട് ഡെബിറ്റ്, സാലറി അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. എമൗണ്ട് എത്രയാണ്? 500 റുപ്പീസാണ്. 500 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാം 500. എമൗണ്ട് കോളത്തിൽ എൻ്റർ ചെയ്തു. ഡെബിറ്റിലും അറ്റ് ദ സെയിം ടൈം എവിടെയും കൊടുക്കണം? ക്രെഡിറ്റിലും കൊടുക്കണം 500. ഓക്കെ, ഇനി ഒരു നരേഷൻ കൊടുക്കണം. സാലറി പെയ്ഡ്, സാലറി. ഇനി നെക്സ്റ്റ് സാലറി കഴിഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ടി 8000 റുപ്പീസ്. മിസ്റ്റർ ടിയിൽ നിന്ന് നമുക്ക് എമൗണ്ട് പൈസ കിട്ടി 8000 റുപ്പീസ്. മിസ്റ്റർ ടി നമുക്ക് പൈസ തരാനുണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി മിസ്റ്റർ ടി പൈസ തരാനില്ല. അപ്പോൾ മിസ്റ്റർ ടി പൈസ തരാനുള്ള അവസ്ഥ കുറയാണ്, അതായത് അസറ്റ് കുറയാണ്. അസറ്റ് കുറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, മിസ്റ്റർ ടി അക്കൗണ്ട് ക്രെഡിറ്റ്, അതാണ് വരിക. ഇനി എമൗണ്ട് എത്രയാണ്? 8000 റുപ്പീസാണ്. അപ്പോൾ 8000 റുപ്പീസ് നമ്മളിവിടെ കാണിക്കാം. ഇനി നരേഷൻ കൊടുക്കണം.
cash received ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഇതും ക്ലോസ് ചെയ്ത് ഡേറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് എത്രയാണ്? ജാനുവരി 30 ജാനുവരി 30. അപ്പോൾ 30/1/2020 അത് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്കെന്താണ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷാണ് 3000 31. അപ്പോൾ ഗുഡ്സ് വിറ്റു, ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്, അസറ്റ് കൂടി, ഇൻകം കൂടി. 31 ജാനുവരി 2020. ഓക്കെ, ഡേറ്റും കൊടുത്ത് എമൗണ്ട് എത്രയാണ്? 3000 റുപ്പീസാണ്. എമൗണ്ട് 3000 റുപ്പീസ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ജേണൽ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഡ്ജറാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ജേണൽ മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. തുടർന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ.